വിശദമായ വാർത്തകളിലേക്കാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് യോഗം ചേരുക. യോഗത്തിൽ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യും. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുകയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേരുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുക? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒരിടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു. സമരങ്ങളിൽ കൃത്യമായി തങ്ങളുടെ ഒരു ഇടം കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് CJP സമരകാലത്തെല്ലാം കണ്ടതാണ്. കോൺഗ്രസിന്റെ വലിയ പ്രക്ഷോഭ പരിപാടികളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ പഞ്ചാബ് തിരഞ്ഞെടുപ്പെല്ലാം വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ഒപ്പമുള്ള SP അടക്കമുള്ള പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ഊർജം അയോധ്യ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം പരമാവധി സമരത്തിലേക്ക് എത്തിച്ച് പരമാവധി ചർച്ച ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ CJP സമരവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭവും അതോടൊപ്പം തന്നെ അയോധ്യ പ്രശ്നവുമെല്ലാം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും. അതിനുവേണ്ടി ഇനി മുന്നോട്ടുള്ള തുടർ സമരങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ മുന്നണിയിലെല്ലാം ഇന്ത്യ മുന്നണിയിൽ ഐക്യവും ചർച്ചയാകും. പ്രത്യേകിച്ച് നാം കണ്ടതാണ്, കഴിഞ്ഞ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്ക് വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടും കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ BJP പ്രതീക്ഷിച്ച പല ബില്ലുകളും പാസ്സാക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രതിപക്ഷത്തിൻ്റെ മുന്നേറ്റമാണ് കണ്ടത്. വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം ലോക്സഭയിലും രാജ്യസഭയിലും പുറത്തും അറിയിക്കാൻ കഴിഞ്ഞു. അതെല്ലാം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും. കേരളത്തിൽ നിന്നും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. കേരളത്തിൽ ഇപ്പോൾ വലിയ വിജയം നേടിയിട്ടും ഇപ്പോഴും KPCCയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കോൺഗ്രസിൽ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ അമർഷമുണ്ട്. ആ അമർഷം പരിഹരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് തന്നെ പലതവണ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതാണ്. തനിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു, അതുകൊണ്ട് തന്നെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് പലതവണ ആവർത്തിച്ച് ഹൈക്കമാൻഡിനെ അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 ദിവസം മുൻപായിരുന്നു വന്ദേമാതരവുമായി പൂർണ്ണമായി ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം രൂപപ്പെട്ടത്. അപ്പോൾ അത് ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ആരെങ്കിലും ഉന്നയിക്കുമോ? അത് എന്താണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു പ്രാദേശികമായ കോൺഗ്രസിൻ്റെ ഘടകങ്ങൾ എടുക്കേണ്ട നിലപാട് എന്താണ്? അതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശവും ഈ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ ചർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ പഞ്ചാബ്, തെലങ്കാന അടക്കമുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ പഞ്ചാബിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. കോൺഗ്രസ് AAPയെ പരാജയപ്പെടുത്തി വീണ്ടും പഞ്ചാബ് പിടിക്കാമെന്നൊരു ആഗ്രഹം കോൺഗ്രസ് വലിച്ചു പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിന് എന്തെല്ലാം തന്ത്രങ്ങൾ മെനയണം, എന്തെല്ലാം നീക്കങ്ങൾ നടത്തണം, ഏതെല്ലാം നേതാക്കൾക്ക് ചുമതല നൽകണം എന്നതിനെക്കുറിച്ചും ഈ യോഗത്തിൽ കൃത്യമായി തന്നെ ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിജയം കൊയ്തു. അതുകൊണ്ട് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ സാന്നിധ്യം എത്തിക്കാനുള്ള വലിയ തയ്യാറെടുപ്പ് തന്നെ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുകയാണ്. AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് ശേഷമാണ് യോഗമുണ്ടാകുക. എന്തായാലും മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത് KJ ആണ്. പാലാ നഗരസഭയിൽ ഇന്ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 11 മണിക്കാണ് വോട്ടെടുപ്പ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇടതുമുന്നണിയുടെ വിമത കോൺഗ്രസ് കൗൺസിലർമാരുടെയും പിന്തുണയുള്ള സ്വതന്ത്ര അംഗം മായ രാഹുലും UDF സ്ഥാനാർത്ഥിയായ റിയ ചീരാങ്കുഴിയും തമ്മിലാണ് മത്സരം.
ഇരുപക്ഷവും തങ്ങളുടെ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള അവസാനഘട്ട നീക്കങ്ങളിലാണ്. നിലവിൽ മായ രാഹുലിന് 15 പേരുടെ പിന്തുണയാണുള്ളത്. നേരത്തെ 16 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് വിമത കൗൺസിലറായ ലിസിക്കുട്ടി നിലപാട് മാറ്റിയതോടെ ഇത് കുറഞ്ഞു. റിയ ചിരാങ്കുഴിക്ക് 9 കൗൺസിലർമാരുടെ പിന്തുണ ഉണ്ടെന്നാണ് സൂചന. ലിസിക്കുട്ടി മാത്യുവും റിയയെ പിന്തുണച്ചേക്കും. LDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുൽക്കണ്ട പുറത്തായത്. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സമര കേന്ദ്രമായി മാറിയ എറണാകുളം കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ വിദ്യാർത്ഥികളുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി വിഷ്ണു വിനോദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ താൽക്കാലികമായി സമരം ഒക്കെ വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചിരുന്നു. വലിയൊരു പ്രതിഷേധമായിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും ഈ മാനേജ്മെന്റ് പ്രതികൾ തങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുള്ളത്. എങ്ങനെ വാക്കുകൾ തെറ്റിക്കുകയാണെങ്കിൽ വീണ്ടും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, തീർച്ചയായിട്ടും ഇന്നലെ നടന്ന ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് താൽക്കാലികമായി വിദ്യാർത്ഥികൾ ആ സമരം അവസാനിപ്പിക്കുന്ന ആ ഒരു നിലയുണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നലെ സമരം അവസാനിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിദ്യാർത്ഥികളെല്ലാം ക്ലാസ്സുകളിൽ കയറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നു മുതൽ ക്ലാസ്സുകൾ പുനരാരംഭിക്കും. വിദ്യാർത്ഥികൾ ക്ലാസ്സുകൾ കയറി പഠനം ആരംഭിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റിന് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുകയാണെങ്കിൽ കൃത്യമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇന്നലെ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളടക്കം മാധ്യമങ്ങൾക്ക് മുൻപിൽ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ആഭ്യന്തര അന്വേഷണ സമിതി അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട്. ആ വിദ്യാർത്ഥികളടക്കം ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സമിതി അംഗത്തെയായിരിക്കും ഇവിടെ നിയമിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുറത്ത് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിഷ്പക്ഷരായിട്ടുള്ള അധ്യാപകരെയും ഈ ഒരു സമിതിക്കകത്ത് ഉൾപ്പെടുത്തും എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ 12 ആവശ്യങ്ങൾ, കാരണം ഈ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ 12 നടപടികളും ഈ ആഭ്യന്തര അന്വേഷണ സമിതി കൃത്യമായി പരിശോധിച്ച് ചർച്ച ചെയ്ത് അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ ഇന്നലെ ചർച്ചയുടെ ഭാഗമായി എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ആഭ്യന്തര അന്വേഷണ സമിതി കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കമ്മിറ്റിക്കകത്ത് പ്രിൻസിപ്പളിൻ്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താനുള്ള അനുവാദം ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യവും ഇന്നലെ ചർച്ചയിൽ തീരുമാനമാവുകയാണ് ഉണ്ടായത്. അതിന് പുറമെ ഈ ആരോപണ വിധേയരായിട്ടുള്ള HODയെയും KTU കോർഡിനേറ്ററെയും അടക്കം ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു നിലയും ഇപ്പോൾ നിലവിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും ഇന്നലെ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. ഇന്നലെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവർ അടക്കം വിദ്യാർത്ഥികളുടെ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി കൊണ്ട് ഇന്നലെ MA കോളേജിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കാണുന്ന നിലയുണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിലപാട് മാനേജ്മെൻറ്റ് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ പാളിച്ചകളോ ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായ സമരപരിപാടികൾ അവർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യവും ഇന്നലെ അറിയിച്ചിരുന്നു. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും MA എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസുകൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ സമരമൊക്കെ താൽക്കാലികമായി തന്നെ അവസാനിപ്പിച്ചിരുന്നു. ഈ ഒരു പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് എന്തായാലും അന്തിമമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു വിനോദാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി 951.39 കോടിയാണ് അനുവദിച്ചത്. 51.59 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭ്യമാക്കും.
വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും ഓണം അടുത്ത് ഇപ്പോൾ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശം? അരുണിമ, ആഗസ്റ്റ് 25 മുതൽ വിതരണം ചെയ്യേണ്ട സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. പെൻഷൻ വിതരണത്തിനായി 1105 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പെൻഷൻ മുടങ്ങാതെ നൽകണമെന്നതാണ് നിലവിൽ സർക്കാരിന്റെ നയമെന്ന് പറയുന്നത്. 59,472 ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷന് സംസ്ഥാനത്തിന്റെ വിഹിതമായി 1051.40 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 16 ക്ഷേമനിധി ബോർഡ് വഴി 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണത്തിനായി 130.32 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. 8,45,456 പേർക്കുള്ള വാർദ്ധക്യ ഭിന്നശേഷി വിധവ പെൻഷനിലെ കേന്ദ്ര സംസ്ഥാന വിഹിതമായ 24.76 കോടി രൂപയും ഇത്തരത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഓണം പ്രമാണിച്ചാണ് ഇതൊക്കെ തന്നെ നേരത്തെ വിതരണത്തിന് തയ്യാറെടുക്കുന്നത്. ഈ പെൻഷനുകളും ഇന്നു മുതൽ തന്നെ വിതരണം തുടങ്ങും. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട്. 51.59 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭ്യമാക്കുക. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അപർണ കേസാണ്. ഡൽഹി ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് CJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് പുറത്തിറക്കും. മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിലായിരിക്കും സമിതി. വിരമിച്ച CBI പോലീസ് ഉദ്യോഗസ്ഥരും സമിതിയിലുണ്ടാകും. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കാൻ തയ്യാറാണെന്നും കോടതി അറിയിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഉത്തരവ്.